നമുക്ക് ലെറ്റർ എങ്ങനെയാണ് എഴുതാൻ നോക്കാം. ലെറ്ററിൻ്റെ ഫോർമാറ്റ്. അപ്പോൾ ലെറ്റർ സാധാരണയായിട്ട് നിങ്ങൾക്ക് ഫ്രണ്ട്ലി ലെറ്റർ ആണ് ചോദിക്കാറുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു ഫോർമാറ്റാണ് ഞാൻ ഇവിടെ തന്നിരിക്കുന്നത്. ഇതങ്ങോട്ട് കാണാതെ പഠിച്ചാൽ മതി. അപ്പോൾ ഒരു ഫ്രണ്ട്ലി ലെറ്റർ എഴുതുമ്പോൾ ആദ്യം തന്നെ ടോപ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്രം അഡ്രസ്സ് എഴുതണം. ഫ്രം എന്നൊന്നും നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല, അഡ്രസ്സ് മാത്രം എഴുതിയാൽ മതി. അഡ്രസ്സ് എഴുതുമ്പോൾ ഒരു 3 കാര്യങ്ങളെങ്കിലും ഉൾപ്പെടുത്തണം. ഒരു വീട്ടുപേര്, ഒരു സ്ട്രീറ്റ് നെയിം, പിന്നെ അതേപോലെ സ്ഥലം, ഒരു പിൻകോഡ് അല്ലേ. അപ്പോൾ അത് ഇപ്പം പറഞ്ഞ അതേമാതിരി 3 ലൈനിൽ എഴുതിയാൽ മതി. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇതാ ഇതന്നെ അങ്ങോട്ട് കാണാതെ പഠിച്ച് എഴുതിക്കൊള്ളുന്ന, പിന്നെ കൺഫ്യൂഷൻ വേണ്ടല്ലോ. അതായത് റോസ് വില്ല AB സ്ട്രീറ്റ്, ആ ലണ്ടൻ എന്നുള്ള സ്ഥലം മാത്രം ചിലപ്പോൾ നിങ്ങൾക്ക് മാറ്റേണ്ടി വരും. ഉദാഹരണത്തിന് നമ്മുടെ ആളുകൾക്കനുസരിച്ച് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കേണ്ടി വരും കേട്ടോ. മാർത്തയൊക്കെ ആണെങ്കിൽ അമേരിക്ക മെക്സിക്കോന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുക, അങ്ങനെ ചെറുതായിട്ട് മാറ്റേണ്ടി വരും. ഇനി മാറ്റില്ലായിരിച്ച് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അതിനുശേഷം പിന്നെ നിങ്ങൾ അടിയിൽ ഡേറ്റ് ആണ് എഴുതേണ്ടത്. അത് വളരെ ശ്രദ്ധിക്കണം. നേരത്തെ നമ്മൾ ഡയറിയിലൊക്കെ പറഞ്ഞ പോലെ തന്നെ മാസത്തിന്റെ പേര് എഴുതണം. അങ്ങനെ എഴുതിയിട്ടില്ലെങ്കിൽ അതിന്റെ മാർക്ക് നഷ്ടപ്പെടും. നിങ്ങൾക്ക് പല രീതിയിൽ ആൾക്കാർ പറഞ്ഞു തന്നിട്ടുണ്ടാവും ടീച്ചർമാർ. അങ്ങനെ ഒന്നും ഫോളോ ചെയ്യരുത്. ഇതിനാണ് ലേറ്റസ്റ്റ് മോഡൽ, ഇതിനാണ് മാർക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ 20 മെയ് 2023 നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡേറ്റ് ചെയ്താൽ ഇതന്നെ കാണാൻ പഠിക്കണം, അങ്ങനെ എഴുതിക്കോളൂ. ഇനി അതിൻ്റെ താഴെ നിങ്ങൾ സല്യൂട്ടേഷൻ, അഭിസംബോധനയാണ് എഴുതേണ്ടത്. അപ്പോൾ അവിടെ മൈ ഡിയർ സാം എന്ന് എഴുതിയിരിക്കുന്നുണ്ടല്ലേ. ഒരിക്കലും മൈ ഡിയർ ഫ്രണ്ട് എന്ന് എഴുതരുത്. അതേപോലെ മൈ ഡിയർ ഫാദർ, മൈ ഡിയർ മദർ ഇങ്ങനെയൊന്നും എഴുതരുത്. ഫാദറിനാണെങ്കിൽ മൈ ഡിയർ പപ്പ എന്ന് എഴുതുക, മൈ ഡിയർ ഡാഡ് എന്ന് എഴുതുക. അമ്മയ്ക്കാണ് മൈ ഡിയർ മമ്മി അല്ലെങ്കിൽ മൈ ഡിയർ മം എന്ന് എഴുതുക. കാരണം നമ്മൾ അമ്മനെ മദർ ഫാദർ എന്നൊന്നും കംപ്ലീറ്റ് ആയിട്ട് വിളിക്കില്ലല്ലോ. അതേപോലെ തന്നെ ഫ്രണ്ടിനെ നമ്മൾ എപ്പോഴെങ്കിലും നമ്മളെ ഫ്രണ്ട് എന്ന് വിളിക്കുമോ, കൂട്ടുകാരെന്ന് വിളിക്കുമോ? ഇല്ല, നമ്മൾ അവരുടെ പേരല്ലേ വിളിക്കുക. അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു പേരാണ് എഴുതേണ്ടത്. ഇപ്പോൾ മൈ ഡിയർ സാം അല്ലെങ്കിൽ മൈ ഡിയർ ജോണി അല്ലെങ്കിൽ മൈ ഡിയർ റെജി, അങ്ങനെ എന്തെങ്കിലും എന്ത് ചെയ്യുക, അല്ലെങ്കിൽ മൈ ഡിയർ അനു, ഇങ്ങനെ എന്തെങ്കിലും ഒരു സിമ്പിൾ നെയിം വിളിക്കുക. നിങ്ങൾ ഈ സാം എന്നുള്ള പേര് തന്നെ അങ്ങോട്ട് കാണാതെ പഠിച്ചോളുന്നു. പിന്നെ പ്രശ്നമില്ലല്ലോ, ആണായാലും പെണ്ണായാലും ഈ പേരിനെ അങ്ങോട്ട് എന്ത് എഴുതിയാൽ മതി. അപ്പോൾ ആണുങ്ങൾ എഴുതാണെങ്കിലും പെണ്ണുങ്ങൾ എഴുതാണെങ്കിലും ഫ്രണ്ട്സിന് എഴുതുകയാണെങ്കിൽ എന്തായാലും ആണായാലും കുഴപ്പമൊന്നുമില്ലല്ലോ. അപ്പോൾ ഈ പേര് തന്നെ അങ്ങോട്ട് കോപ്പി ചെയ്ത് എഴുതിക്കോളി. അതല്ലാതെ നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ കുറച്ച് സ്റ്റാൻഡേർഡ് ആക്കണം എന്ന് വിചാരിച്ചിട്ട് മംഗലശ്ശേരി നീലകണ്ഠം എന്നൊക്കെയുള്ള വലിയ പേരുകളൊന്നും കൊണ്ടുപോയിട്ട് എഴുതരുത്. അതൊക്കെ എഴുതി കഴിഞ്ഞാൽ തന്നെ പോകാം. കാരണം നിങ്ങളുടെ ഫ്രണ്ട്സുകളെ നിങ്ങൾ ഫുൾ നെയിം ഒന്നും വിളിക്കില്ലല്ലോ, ഇരട്ട പേരിൽ വിളിക്കില്ലല്ലേ. ഓക്കെ, അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിനൊരു 1/2 മാർക്ക് കിട്ടി. ഇതിന് ഓരോന്നിനും 1/2 മാർക്കാണ് കേട്ടോ. അപ്പം തന്നെ നമുക്ക് 1.5 മാർക്കിനുള്ള ഒപ്പായി. ഇനി നിങ്ങൾ ഇൻട്രൊഡക്ഷൻ കൊടുക്കണം. അപ്പോൾ അത് ഹൗ ആർ യു സാം, ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം ഓൾസോ ഓക്കെ ഹിയർ. നിങ്ങളിപ്പോൾ അനു എന്നാണെങ്കിൽ ഹൗ ആർ യു അനു, ഹോപ്പ് യു ആർ ഫൈൻ, ഐ ആം ഓൾസോ ഓക്കെ ഹിയർ. ഇത്ര മതി, കൂടുതലൊന്നും വേണ്ട. കാരണം ഇതിന് വലിയ മാർക്കൊന്നുമില്ല. പക്ഷേ ഇതില്ലെങ്കിൽ നിങ്ങൾക്ക് 1/2 മാർക്ക് പോകും. അതാണ് ശ്രദ്ധിക്കേണ്ട. അപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നു. ഇനി നമ്മുടെ മാറ്ററാണ് വരുന്നത്. ആ മാറ്ററിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ഇൻട്രൊഡക്ഷൻ കൂടി കൊടുക്കുക. എല്ലാ ഫ്രണ്ട്ലി ലെറ്ററിലും നിങ്ങൾക്ക് ഇതേപോലെ തന്നെ എഴുതിയാൽ മതി കേട്ടോ. എന്തായിരുന്നു? ഐ വുഡ് ലൈക്ക് ടു ഷെയർ ആൻ ഇമ്പോർട്ടൻറ്റ് മാറ്റർ വിത്ത് യു മൈ ഡിയർ. പ്രിയപ്പെട്ടവനെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇത് അച്ഛൻ എഴുതാണെങ്കിലും അമ്മയ്ക്ക് എഴുതാണെങ്കിലും അങ്കിളിന് എഴുതാണെങ്കിലും ആർക്ക് എഴുതാണെങ്കിലും ഇത് തന്നെയാണ് പാറ്റേൺ കേട്ടോ. പിന്നെ അച്ഛൻ നമുക്ക് എഴുതുമ്പോൾ സാംന്നോ അല്ലെങ്കിൽ പേരൊന്നും കൊണ്ടുപോയിട്ട് എഴുതരുത്. പകരം ഞാൻ നേരത്തെ പറഞ്ഞാൽ പപ്പ, മമ്മി, ഡാഡി, ഓണ്ട് അല്ലെങ്കിൽ എന്താണ് ആൻറ്റി, അങ്കിൾ എന്നുള്ള പേരുകളൊക്കെ എഴുതുക. ഓക്കെ, അവരുടെ ഒന്നും പേര് വിളിക്കരുത്. ഇനി അടുത്ത സെൻറ്റൻസിൽ ഹോപ്പ് യു വിൽ റീഡ് മൈ വേർഡ്സ് തറോലി ആൻഡ് പുട്ട് ഡൗൺ യുവർ റിപ്ലൈ സൂൺ. അപ്പോൾ നിങ്ങൾ എൻ്റെ കത്ത് അല്ലെങ്കിൽ നീ എൻ്റെ കത്ത് നന്നായിട്ട് വായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യും, അതിനൊരു നല്ല മറുപടി ഉടനെ തന്നെ എഴുതുമെന്നും പ്രതീക്ഷിക്കുന്നു. പുട്ട് ഡൗൺ എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബാണ്, എഴുതുക. റൈറ്റ് എന്നാണ്, ഒന്ന് സ്റ്റൈലായിട്ട് ഉപയോഗിച്ചെന്നുള്ളൂ കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളായി കഴിഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ആയി. എന്നിട്ട് അതിൻ്റെ കൂടെ തന്നെ വേറെ പാരഗ്രാഫ് ഒന്നും എഴുതരുത്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ കത്തിൻ്റെ കണ്ടന്റ് എഴുതണം. എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങൾക്ക് തരുമല്ലോ. അപ്പം ഒന്നും അറിയില്ലെങ്കിൽ നിങ്ങൾ എന്ത് വെച്ചാൽ നിങ്ങൾക്ക് ആ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും അറിയെങ്കിൽ അത് എഴുതി വെക്കുക. അല്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ ചിലപ്പോൾ അതിൻ്റെ ഒരു ഹിൻസ് തരും, ഏത് സംഭവത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് കത്ത് എഴുതേണ്ടതെന്ന്. ആ ഒരു സെൻറ്റൻസ് എങ്കിലും ചോദ്യഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയിട്ട് അങ്ങോട്ട് എഴുതുക. അതും അല്ലെങ്കിൽ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ വല്ല പാസേജ് ക്വസ്റ്റ്യൻസോ അതും ഇതൊക്കെ ആയിട്ട് കുറേ ഡയലോഗ്സ് ഉണ്ടാവുമല്ലോ. അതിൽ ഏതെങ്കിലും 2 or 3 സെൻറ്റൻസുകൾ, ഒരുപാടൊന്നും എഴുതരുതേ. ഇങ്ങനെയുള്ള തരികളൊക്കെ ചെയ്യുമ്പോൾ ഒരുപാട് എഴുതി കഴിഞ്ഞാൽ പെട്ടെന്ന് പിടിച്ചു പോകും. അപ്പോൾ 2 or 3 സെൻറ്റൻസുകൾ മാത്രം എന്ത് ചെയ്യുക, എവിടെന്നെങ്കിലൊക്കെ എടുത്തും കണ്ടാണ്ട് എഴുതുക. അങ്ങനെ ഒരു പാക്ക് ചെയ്യാൻ വേണ്ടി മാത്രം, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്ര എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അത്യാവശ്യം പേജല്ല അത്യാവശ്യം ഒരു ഏരിയയിലെത്തും. എന്നിട്ട് പിന്നെ അവസാനത്തെ പാരഗ്രാഫായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഇനി പറയുന്ന ഡയലോഗുകൾ, അതായത് നൗ ഐ ആം കൺക്ലൂഡിങ് മൈ വേർഡ്സ്. ഇപ്പം ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ് അല്ലെങ്കിൽ നിർത്തുകയാണ്. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ് മൈ ഫീലിങ്സ്. എൻ്റെ ഫീലിങ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. ഹെൻസ് ഐ ആം എക്സ്പെക്ടിങ് യുവർ ഫേവറബിൾ റിപ്ലൈ. യു എന്നല്ല യുവർ എന്നാണ് കേട്ടോ, അക്ഷരത്തെറ്റാണോ ശ്രദ്ധിക്കണേ. അപ്പം നിങ്ങളുടെ അനുകൂലമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു, അല്ലെങ്കിൽ നിന്റെ അനുകൂലമായ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. കൺവേ മൈ വാം റിഗാർഡ്സ് ടു യുവർ ഫാമിലി. നിന്റെ ഫാമിലിക്ക്, കുടുംബത്തിന് എൻ്റെ ഊഷ്മളമായ അന്വേഷണങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആർക്ക് എഴുതാണെങ്കിൽ, ഏത് കഥാപാത്രം കത്ത് ചെയ്താണെങ്കിലും വെക്കാൻ പറ്റിയ ഡയലോഗാണ് കേട്ടത്. അപ്പോൾ ഒന്നും നോക്കണ്ട, ഇതങ്ങോട്ട് എഴുതിക്കൊണ്ടി. ഏത് പഠിക്കുന്ന കുട്ടിയാണ് നിങ്ങളെങ്കിലും ഇതേ കാര്യങ്ങൾ തന്നെ അവസാനത്തിൽ എഴുതി വെച്ചാൽ വളരെ നല്ലതാണ്. ഇനി അതിനുശേഷം യുവേഴ്സ് ലവിംഗ്ലി എന്ന് എഴുതുന്നു. അതേപോലെ തന്നെ വേറൊന്നും നിങ്ങൾ എഴുതണ്ട, യുവേഴ്സ് എന്താണ് സിൻസിയർലി എന്നോ അങ്ങനെ ഒന്നും നിങ്ങൾ എഴുതണ്ട. നിങ്ങൾ യുവേഴ്സ് ലവിംഗ്ലി എന്ന് മാത്രം എഴുതിയാൽ മതി. എന്നിട്ട് കോമ നിർബന്ധമായിട്ട് ഇടണം. 2 സ്ഥലത്തേ ഞാൻ കോമ ഇട്ടിട്ടുള്ളൂ. ഒന്ന് മൈ ഡിയർ എന്ന് പറഞ്ഞ ഭാഗത്തും പിന്നെ യുവേഴ്സ് ലവിംഗ്ലി എന്ന് പറഞ്ഞ ഭാഗത്തും. പിന്നെ ശ്രദ്ധിക്കുക, സല്യൂട്ടേഷനിൽ മൈ ഡിയർ എന്ന് തന്നെ എഴുതണം, ഡിയർ എന്ന് എഴുതരുത്. മൈ ഡിയർ, നമ്മൾ വളരെ ക്ലോസ് ആയിട്ടുള്ള ആളുകൾക്ക് മൈ എന്ന് തന്നെ വെക്കണം കേട്ടോ. ഇനി അതിന് താഴെ
താഴെ പിന്നെ സെൻഡേഴ്സ് നെയിം ആണ് നിങ്ങൾ എഴുതേണ്ടത്. യുഎസ് ലവിംഗ്ലി കഴിഞ്ഞാൽ സെൻഡേഴ്സ് നെയിം. അപ്പോൾ ആരാണ് കത്ത് എഴുതുന്നത് അയാളുടെ പേര്. ഇപ്പോൾ വാങ്കയാണെങ്കിൽ വാങ്ക എന്ന് എഴുതണം, ഗ്രാൻഡ് ഫാദർ ആണെങ്കിൽ ഗ്രാൻഡ് ഫാദർ എന്ന് എഴുതണം. അപ്പോൾ ഇനിയിപ്പോൾ റസ്കിൻ ബോണ്ട് ബോയ് ആണെങ്കിൽ റസ്കിൻ ബോണ്ട് എന്ന് എഴുതണം. അതൊക്കെ കറക്റ്റ് ചെയ്ത് കേട്ടോ. ഇനി എന്താണ് അടുത്തത് എസ് ഡി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ഡയറി ഇതിൽ പറഞ്ഞു നോട്ടീസിൽ എഴുതിയില്ല, അതേമാതിരി കത്തിന് ഒരിക്കലും ഒപ്പിടരുത്, പകരം എന്ത് ചെയ്യുക എസ് ഡി എന്ന് സൈൻഡ് എന്ന് എഴുതുക. വേണമെങ്കിൽ ബ്രാക്കറ്റ് ഇടാം, ഇനി ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ കത്തിൻ്റെ ഒരു 5 മാർക്കിൻ്റെ 6 മാർക്കിൻ്റെ കത്താണെങ്കിൽ 4 മാർക്ക് ഷുവറാണ്, 100% നിങ്ങൾക്ക് കിട്ടും ഇത്ര എഴുതിയാൽ തന്നെ. എന്തെങ്കിലുമൊക്കെ തരികടൊപ്പിച്ചാൽ. പക്ഷേ എന്താണ് നിങ്ങൾ ആ ഒരു ഉള്ളിൽ എഴുതി വെച്ച കാര്യമായിട്ട് ടീച്ചർ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ടീച്ചർ കുറച്ച് കാരുണ്യമുള്ള ടീച്ചറാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് തന്നെ തരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ആ ഫുൾ മാർക്ക് കിട്ടുന്നുള്ള എക്സ്പെക്ടേഷനിൽ തന്നെ പഠിക്കുക കേട്ടോ.